പ്രണയം, പ്രേമം, ഒരു ചെറുക്കനോട് അറ്റാച്ച്മെൻറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളോട് പോയിട്ട് പഠനം പതുക്കെ അവിടെ മുടങ്ങാൻ തുടങ്ങും. അതൊരു കാരണം. 2, സിവിയർ ആയിട്ടുള്ള ചെറിയ അളവിലുള്ള തലവേദനകൾ, വയറുവേദന, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗായത്രിക്ക് വളരെ പെട്ടെന്ന് ഒരു ദിവസം ഒരു വേദന അങ്ങ് വരാം. തലവേദന വരാം, വയറുവേദന വരാം. ഒരുപാട് മരുന്ന് കഴിക്കുന്നു, മാറുന്നില്ല. ഒരുപാട് അമ്പലങ്ങളിൽ പോകുന്നു, മാറുന്നില്ല. ഒരു ദിവസം, 1 മാസം, 2 മാസം, ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഗായത്രിയുടെ മൈൻഡ് അൺകൺട്രോൾ ആവും. കാരണം എന്താ, മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, എന്ത് ചെയ്താൽ മാറാൻ പറ്റുന്നില്ല, പഠിച്ചുകൊണ്ടിരുന്ന പഠനം പഠിക്കാൻ പറ്റുന്നില്ല, ഈ തലവേദന കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗായത്രിനെ ഏത് ലെവലിൽ വേണമെങ്കിലും എനിക്ക് തകർക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് പറ്റും? ഇതിന് കർമ്മഫലമുണ്ട്, അത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഗായത്രി ഇത് അനുഭവിക്കും. നാളെ ഒരിക്കൽ ഗായത്രി ഇത് മാറ്റാൻ വേണ്ടി നല്ല കഴിവുള്ള ഒരാളുടെ അടുത്തോ വളരെ സിദ്ധിയുള്ള ഒരാളുടെ അടുത്ത് എത്തിപ്പെട്ടാൽ ഗായത്രിക്ക് ഞാൻ എന്താണോ തന്നത് അത് നേരെ എനിക്ക് തിരിച്ചു വരാൻ തുടങ്ങും.